ഹലോ, കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ രണ്ടാം പാർട്ട് വീഡിയോയാണ്. നിങ്ങൾ കുറച്ച് പേരൊക്കെ കാത്തിരിക്കുന്നുണ്ടെന്നറിയാം. നമ്മളന്ന് മുറ്റത്തിൻ്റെ ഈ ഭാഗം ക്ലീൻ ചെയ്യുന്നത് ഞാൻ മറ്റൊരു വീഡിയോ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഒന്നാം ഭാഗം കാണാത്തവർ തീർച്ചയായും പോയി കാണണേ. അതേപോലെ എൻ്റെ വീഡിയോ കാണുന്ന 1% ആൾക്കാർ മാത്രമേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. മുറ്റത്ത് ഇതേപോലെ ഇൻ്റർലോക്കിലും കോൺക്രീറ്റ് ചെയ്ത സ്ഥലത്തൊക്കെ നമ്മൾ ചെടിച്ചട്ടി വെക്കുമ്പോൾ അതിൽ നനയ്ക്കുമ്പോൾ അതിൻ്റെ മണ്ണിൻ്റെ കറയും ചാണകത്തിൻ്റെയും ചകിരിച്ചോറിൻ്റെ കറയെല്ലാം ഇതേപോലെ പറ്റിപ്പിടിക്കും. അതൊരു പ്രശ്നം. പിന്നെ മറ്റൊന്ന്, ഇതേപോലെ ഈർപ്പം വരുന്ന് അവിടെ ഇഴജന്തുക്കൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. കരിയിലയും മറ്റും ഇങ്ങനെ കൂടിയിരുന്ന് ഇഴജന്തുക്കൾ തീർച്ചയായും ചെടിത്തോട്ടങ്ങളിൽ ഉണ്ടാവും. ഈ ചെടി നോക്കുന്നവർക്ക് അറിയാം എൻ്റെ ബുദ്ധിമുട്ട്. അപ്പം അതിന് പരിഹാരമായിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റാൻഡ് വാങ്ങിക്കുന്നത്. മുറ്റം വൃത്തികേടാകാതിരിക്കാനും അതോടൊപ്പം പാമ്പിൻ്റെ ശല്യം കുറയ്ക്കാനും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 1-2 തവണ മുറ്റത്ത് പാമ്പിനെ കണ്ട കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാതെ ഇത് കാണുന്നവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞതാണ്. ഈ സ്റ്റാൻഡ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് 580 രൂപയ്ക്ക് 12 എണ്ണം ഒരുമിച്ച് വാങ്ങിയതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾ ആദ്യത്തെ പാർട്ട് വീഡിയോ കണ്ടാൽ മതിയേ. ഈ ചെടിച്ചട്ടി എടുത്ത് മാറ്റാത്തത് അതതിൻ്റെ ആ തൂണിൽ കിറ്റി വിട്ടേക്കാണ്, ചുറ്റി കീറിയേക്കാണ്. അപ്പോൾ അതെടുത്ത് മാറ്റാൻ പറ്റില്ലല്ലോ. എൻ്റെ അടിയിൽ ചെടിച്ചട്ടിയിൽ വെള്ളമാണ്. മണി പ്ലാന്റ് ഇങ്ങനെ ഉഷാറാകാണ്ട് നിന്നപ്പോൾ ഞാൻ അടിയിൽ വെള്ളം വെച്ചിട്ട് ചെടിച്ചട്ടി എടുത്ത് വെച്ചതാണ്. അത് പിന്നെയാണ് കുറച്ച് ഉഷാറായിട്ടത് വളരാൻ തുടങ്ങിയത്. പിന്നെ മുറ്റം ക്ലീനാക്കി സ്റ്റാൻഡ് വെച്ച് ചെടികൾ ഓരോന്നായി പെറുക്കി വെച്ചു. പിന്നെ നിലത്തിരുന്നത് കൊണ്ട് അതിൻ്റെ ചട്ടിയിൽ കണ്ടു മണ്ണൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഇനി കഴുകി വൃത്തിയാക്കി എടുക്കണം. കുറേ പണികൾ പെൻഡിങ് ഉണ്ട്. കുറച്ച് നാളായിട്ട് സുഖമില്ലാതിരുന്നത് കൊണ്ടൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും നമ്മൾ എല്ലാ ദിവസവും ഇതിൻ്റെ പുറകെ നടക്കണം. ചെടി ഇഷ്ടപ്പെടുന്നവർ അത് പൂന്തോട്ടം നല്ല മനോഹരമായി കൊണ്ടു നടക്കുന്നതിന് പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട് കേട്ടോ. പിന്നെ മാത്രമല്ല, നമ്മൾ ചിലപ്പം ഉള്ള വീട്ടിൽ പൂന്തോട്ടം കണ്ട് നമ്മുടെ വീട്ടിൽ പൂന്തോട്ടം സെറ്റാകുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ഇത് എത്ര ചെയ്തിട്ടങ്ങ് ആവുന്നില്ലല്ലോ, അവരുടെ ഇത് എന്ത് ഭംഗിയാണെന്ന്. സത്യം പറഞ്ഞാൽ അതിന് പിന്നെ ഒരുപാട് എഫേർട്ട് ഉണ്ട്. മാത്രമല്ല ഒരുപാട് സമയം വേണം അതിന്. ഞാനിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ. ഇത് വളർന്ന് വലുതായി വരാനൊക്കെ കുറച്ച് താമസം എടുക്കും. അപ്പോൾ മാത്രമേ ആ ഭംഗി ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മൾ ദീർഘകാലമായി പൂന്തോട്ടം ഉണ്ടാക്കുന്നവരുടെ പൂന്തോട്ടം കണ്ട് അതേപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ആക്കണമെന്ന് വിചാരിക്കാൻ പാടില്ല. കുറച്ച് സമയം എടുക്കും അതിന്. ഇത് കണ്ടോ, പഴയ ഇലകളൊക്കെ ഞുള്ളിക്കളയുന്നതാണ്. ഇതൊക്കെ ഡെയിലി ചെയ്യണം. ഉണങ്ങിയതും കരിഞ്ഞതുമായ ഇലകളൊക്കെ മാറ്റി എപ്പോഴും ഫ്രഷായിട്ട് പൂന്തോട്ടം വെക്കണം. ഏറെക്കുറെ ഇന്നത്തെ പണികൾ ഞാൻ ഇതോടെ അവസാനിപ്പിക്കുകയാണ്. സന്ധ്യാസമയമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കൊച്ചു പൂന്തോട്ടം. ഇതെല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ മൈൻഡ് ഭയങ്കര റിലാക്സ് ആവുമേ. കൂട്ടത്തിൽ എൻ്റെ മുറ്റവും കൂടി ഞാനൊന്ന് കഴുകി, വണ്ടിയും കഴുകി. അപ്പോഴേക്കും വൈകുന്നേരമായി. അച്ഛൻ പണി കഴിഞ്ഞ് വന്നു. എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിച്ചു. ഒരു ചായകുടിയുടെ വിശേഷങ്ങളാണ് ഈ കാണുന്നത്. ഈ തറയിൽ കാണുന്നതെല്ലാം എൻ്റെ അവശേഷിപ്പുകളാണ്. പിന്നെ എല്ലാം കഴിഞ്ഞ് ഇതേപോലെ മുറ്റത്തോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.